കഴിഞ്ഞ വർഷം ഇതേ ദിവസം വൈകിട്ടാണ് കുറുപ്പമ്പടി വൈദ്യശാലപ്പടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഈ ഒറ്റമുറി വീട്ടിൽ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞിരുന്ന ജിഷയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ആദ്യം സാധാരണ ഒരു കൊലപാതകമെന്ന നിലയിൽ പോലീസ് മുന്നോട്ട് പോയി. ഇത് പിന്നീട് അന്നത്തെ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കി. ജിഷയുടെ അയൽക്കാരടക്കം നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. വിവാദങ്ങളെ തുടർന്ന് അന്വേഷണ സംഘങ്ങൾ മാറി മാറി വന്നു. ഒടുവിൽ ജിഷയുടെ വസ്ത്രത്തിൽ നിന്ന് പ്രതിയുടെ DNA കണ്ടെടുത്തു. കേസിലെ പ്രധാന തെളിവുകളെല്ലാം ശേഖരിക്കപ്പെട്ടെങ്കിലും പ്രതി കാണാമറയത്ത് തുടർന്നത് പോലീസിനെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ സംഭവത്തിനു ശേഷം പ്രദേശത്ത് നിന്ന് കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. അസം സ്വദേശി അമീറുൽ ഇസ്ലാമിനെ കുറിച്ച് സുഹൃത്താണ് പോലീസിന് സൂചന നൽകുന്നത്. കൊലപാതകം നടന്ന രാത്രിയിൽ പെരുമ്പാവൂരിൽ നിന്ന് രക്ഷപ്പെട്ട അമീർ ഒരു മാസത്തിന് ശേഷം മൊബൈൽ ഫോൺ ഓൺ ചെയ്തതോടെയാണ് ഇയാളുടെ തമിഴ്നാട്ടിലെ ഒളിത്താവളം പോലീസ് കണ്ടെത്തുന്നത്. ജിഷയുടെ അച്ഛൻ പാപ്പു കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയതും താനല്ല സുഹൃത്തായ അനാറാണ് കൊലപാതകം നടത്തിയെന്ന അമീറിന്റെ ആരോപണവും അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിജിലൻസ് റിപ്പോർട്ടുമെല്ലാം ജിഷ കേസിനെ വിടാതെ പിന്തുടർന്ന വിവാദങ്ങളായി. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.